ഹലോ നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന 20 മിനിറ്റ് കാലുകൾക്കും അതേ കണക്ക് തന്നെ നിങ്ങളുടെ വയറിനുമുള്ള എക്സസൈസുകളാണ്. അപ്പം ഈ വ്യായാമം ഞാൻ പ്രധാനമായിട്ടും ചെയ്ത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഠിനമേറിയിട്ടുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ മടിയുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, ഇപ്പം മറ്റുള്ള ജമ്പിങ് വർക്കൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ മടിയുള്ള ആൾക്കാരുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണിത്. അപ്പോൾ 20 മിനിറ്റ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുക. നിങ്ങളുടെ കാലുകൾക്കും അതേ കണക്ക് തന്നെ നിങ്ങളുടെ ആപ്സിന്റെ മസിൽസിനും ഒക്കെ നല്ല പ്രയോജനം തരുന്ന എക്സസൈസുകളാണ്. പ്രത്യേകിച്ചും ഇത് സ്ത്രീകൾക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വർക്കൗട്ട് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്റ്റാർട്ട് ചെയ്യാം. 20 മിനിറ്റ് നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ ഈ വ്യായാമങ്ങൾ ചെയ്തുകൊള്ളുക. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലെഗിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്. അപ്പം അത് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയറിൽ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. സ്ട്രൈറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ ഇതേപോലെ ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. 1 2 3. ഒരുപാട് ഫാസ്റ്റായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇതേ കണക്ക് നമുക്ക് ചെയ്താൽ മതി. ഇത് മുട്ടുവേദനയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ വളരെ ഫലപ്രദമാണ്. ഓക്കെ, നമ്മുടെ കാലിലോട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. പ്രധാനമായിട്ടും ഈ വ്യായാമം നമ്മുടെ ഈ തൈ മസിൽ, നമ്മുടെ കാലിൻ്റെ തുട മസിൽസ് നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്ന ഒരു വ്യായാമമാണിത്. ഓക്കെ, അപ്പം ഇതേ കണക്ക് തന്നെ നിങ്ങൾ ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, നൈസ്. അപ്പം ഞാൻ എൻ്റെ ഒപ്പം ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഒപ്പം തന്നെ ഇങ്ങനെ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, നൈസ്, വെരി ഗുഡ്. അപ്പം നമ്മുടെ ലെഗിനുള്ള ഒരു ഫസ്റ്റ് എക്സസൈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ലെഗിനും ആപ്സിനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആപ്സിൻ്റെ എക്സസൈസ് ആണ്. അപ്പം ആപ്സിൻ്റെ എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേ കണക്ക് സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ 1 2 3 4 5. ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മാക്സിമം കാല് ഇതേ കണക്ക് ഉയർത്തി നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ആപ്സിൻ്റെ മസിൽസ് നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. അതേ കണക്ക് തന്നെ നിങ്ങളുടെ കാലുകളുടെ മസിൽസിനും ഇത് നല്ല പ്രയോജനം തരും. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇതേ കണക്ക് തന്നെ നിങ്ങൾ ചെയ്യുക. നൈസ്. നമ്മൾ ഈ വ്യായാമങ്ങളൊന്നും തന്നെ വളരെ ഫാസ്റ്റായിട്ടല്ല ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്, നൈസ്. ഓക്കെ, ഗുഡ്. അപ്പം ഇതേ കണക്ക് നിങ്ങൾ രണ്ടാമത്തെ എക്സസൈസ് ചെയ്യുക. ഇനി നമുക്ക് മൂന്നാമത്തെ നമ്മുടെ വ്യായാമത്തിലോട്ട് പോകാം. മൂന്നാമത്തെ വ്യായാമം എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടെ ലെഗ് മസിൽസിനെ ആക്ടിവേഷൻ ആക്കാനായിട്ട് പോവുകയാണ്. അത് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേ കണക്കിരുന്നതിന് ശേഷം രണ്ട് കാലുകളും ഒരേപോലെ ഇതേ കണക്ക് നമുക്ക് ഉയർത്താവുന്നതാണ്. ഓക്കെ, ഇതേപോലെ സാവധാനം താഴോട്ട് കൊണ്ടുവരിക. 2, വെരി ഗുഡ്, 3 4. അപ്പം ഈ ഒരു വ്യായാമം ചെയ്യുന്ന വഴി നമ്മുടെ കാലിൻ്റെ തുടകളുടെ ആ ഒരു ഭാഗം നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ലോവർ ആപ്സിൻ്റെ മസിൽസിനും നല്ല ഒരു എക്സസൈസ് ആണിത്. ഓക്കെ, അപ്പം കാല് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഉയർത്തുക. ഓക്കെ, മടക്കി ഉയർത്താനായിട്ട് ശ്രമിക്കരുത്. ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം കാല്. വെരി ഗുഡ്. അപ്പോൾ തുടക്ക സമയത്തൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു പെയിൻ ഒക്കെ അനുഭവപ്പെടും. വെരി ഗുഡ്, കമോൺ, നൈസ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സാവധാനത്തിലാണ് ഞാൻ ഈ എക്സസൈസുകൾ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇരുന്നു കൊണ്ടുള്ള എക്സസൈസുകൾ ചെയ്താൽ പോലും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വ്യായാമം നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുവരുത്താനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, പലരുടെയും വിചാരം നമ്മൾ ഒരുപാട് ഹാർഡായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രയോജനം ലഭിക്കുന്നതെന്നാണ്. അല്ല, നമുക്ക് വെറുതെ ഒരു കസേരയിൽ ഇരുന്നുകൊണ്ടുള്ള മൂവ്മെൻറ്റ്സുകൾ പോലും നമുക്ക് പ്രയോജനങ്ങൾ ഉണ്ടാക്കിത്തരും. നൈസ്. അപ്പം നമ്മുടെ ഈ എക്സസൈസും കഴിഞ്ഞിരിക്കുകയാണ്.
ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആപ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വർക്കൗട്ടാണ്. അത് ചെയ്യാനായിട്ട് നിങ്ങൾ കൈ ഇതേ കണക്ക് പിടിക്കുക. അതിനുശേഷം 1, ഓക്കെ, ഇതേ കണക്ക് തന്നെ ചെയ്യുക. 2, 3, 4, 5, 6, നൈസ്. നിങ്ങളുടെ ആ ഒരു വയർ ഭാഗത്തെ പേശികളെല്ലാം തന്നെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണിത്. ഗുഡ്. നൈസ്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. അപ്പം ഈ വ്യായാമത്തിനിടയിൽ നിങ്ങൾ ഓരോ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ സംസാരിക്കാൻ എടുക്കുന്ന ഒരു സമയം റെസ്റ്റ് ടൈമായിട്ട് തന്നെ നിങ്ങൾ കരുതുക. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വ്യായാമത്തിനിടയിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി അടുത്തായിട്ട് നമ്മൾ വീണ്ടും ലെഗിന് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേ കണക്കിരിക്കുക. അതിനുശേഷം ഇതേ കണക്ക് 1, 2, 3, 4, കണ്ടില്ലേ, ഇതേപോലെയാണ് ചെയ്യേണ്ടത്. നല്ല ഒരു എക്സസൈസ് ആണിത്. നമ്മുടെ ഈ കാലുകൾക്കുണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ കാലുകളുടെ ബലക്കുറവ് മൂലം സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ കാലുകൾക്കൊക്കെ അത്യാവശ്യത്തിനൊരു സ്ട്രെങ്ത് ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ കാലുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങേണ്ട ഒരു ആവശ്യം വരത്തില്ല. മിക്കവാറും ആൾക്കാർക്കൊക്കെ മുട്ടുവേദന പോലുള്ള പ്രശ്നങ്ങൾ വല്ലാത്ത രീതിയിൽ അനുഭവപ്പെട്ടിട്ട് ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വ്യായാമങ്ങളൊക്കെ വീട്ടിൽ തന്നെ ശീലമാക്കുക. നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. നൈസ്, വെരി ഗുഡ്. ഇപ്പം ചെയ്യുന്ന വർക്കൗട്ടുകൾ ശരിയായിട്ട് തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നൈസ്. ഇത് നിങ്ങളുടെ തുടകൾക്ക് നല്ല എക്സസൈസ് ആണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യായാമം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കാലുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നമ്മുടെ ആപ്സിൻ്റെ ആ ഒരു മസിൽസിലോട്ട് പോവുകയാണ്. അപ്പം അത് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, കൈകൾ നിങ്ങൾക്ക് ഇതേപോലെ വെക്കാം, സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കണ്ടില്ലേ, ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളെ ആപ്സിൻ്റെ മസിൽസിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണെങ്കിലും നിങ്ങളുടെ കാലുകൾക്കും നല്ല പ്രയോജനം തരും. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ആപ്സിന് വേണ്ടി ചെയ്ത അടുത്ത എക്സസൈസ്. ഇനി നമുക്ക് അടുത്ത എക്സസൈസിലോട്ട് പോകാം. അടുത്ത വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ കാലുകൾ ഇത് കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഉയർത്തിപ്പിടിക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് ഉയർത്തിപ്പിടിച്ചതിന് ശേഷം കൈകൾ നിങ്ങൾ നല്ല രീതിയിൽ ബലത്തിൽ സ്ട്രോങ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം 1, 2, 3, 4, 5, 6, 7. ഇതേപോലെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. ഇത് നിങ്ങളുടെ ഹിപ്പിൻ്റെ ഭാഗത്തെ ആ ഒരു ഭാഗവും അതേപോലെ നിങ്ങളുടെ കാലുകളുടെ തുടഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആപ്സിൻ്റെ മസിൽസും നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്ന വ്യായാമമാണ്. ഓക്കെ, അപ്പോൾ ഇതേ കണക്ക് തന്നെ ചെയ്യുക. ഗുഡ്, നൈസ്, കൺട്രോൾ, വെരി ഗുഡ്. വളരെ നല്ല ഒരു എക്സസൈസ് പ്രോഗ്രാമാണ് നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റിയത്. ഗുഡ്. ഗുഡ്.
അപ്പം ഈ ഒരു എക്സസൈസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ ആപ്സിന് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലുകൾ നിങ്ങൾ ഒരു അല്പം ഇത് കണക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ഓക്കെ, ഫ്ലോറിൽ നിന്ന് ഒരല്പം ഒന്ന് ഉയർത്തിപ്പിടിച്ചതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് 1 2 3 4 5 6 ഇതേ കണക്ക് സൈഡിലോട്ട് പതുക്കെ ട്വിസ്റ്റ് ചെയ്യുക നിങ്ങളുടെ കൈകളെ ഇതേ കണക്ക്. ഓക്കെ, വളരെ നല്ല ഒരു എക്സസൈസാണിത്. നിങ്ങളുടെ ഒബ്ലിക്സിൻ്റെ ഭാഗം നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ, ഷേപ്പ് ആക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാല് ഒരല്പം ഫ്രണ്ടിലോട്ട് കയറ്റി വെച്ചതിന് ശേഷം, ഓക്കെ, ഇതാണ് കയറ്റി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഇതാകുമ്പോൾ നമുക്ക് കുറേ കൂടെ എഫക്റ്റീവാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെരി ഗുഡ്, കമാൺ, നൈസ്. ഓക്കെ, ആ ഒരു എക്സസൈസ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അടുത്ത വ്യായാമം എന്ന് പറയുന്നത് നിങ്ങൾ ഇത് കണക്കിരുന്നതിന് ശേഷം നിങ്ങളുടെ 2 കാലുകളും ഫ്ലോറിൽ നിന്ന് ഉയർത്തുക. ഇത് കണക്ക് കസേരയിൽ നല്ല രീതിയിൽ ശക്തിയായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഓക്കെ, നല്ല സൂപ്പറായിട്ടുള്ള ഒരു എക്സസൈസാണിത്. ഒരേ സമയം തന്നെ നമ്മുടെ കാലുകളെയും അതേ കണക്ക് തന്നെ നമ്മുടെ ആപ്സിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സസൈസാണ്. സാവധാനത്തിൽ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഗുഡ്. നൈസ്, കൺട്രോൾ. ഇതേ കണക്ക് തന്നെ ചെയ്യുക. സാവധാനത്തിൽ ചെയ്താൽ മതി നിങ്ങൾ. ഓക്കെ, ഒരുപാട് ഫാസ്റ്റായിട്ടൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഗുഡ്. ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന വഴി നമ്മുടെ കണ്ട ഈ ഒരു ഭാഗത്തോടുള്ള ഫുൾ മസിൽസും നല്ല രീതിയിൽ സ്ട്രോങ് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത ആപ്സിൻ്റെ എക്സസൈസിലോട്ട് പോവാം. നിങ്ങൾ ഇതേ കണക്ക് കൈ പിടിക്കുക. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ ഇതേപോലെ മാക്സിമം സൈഡിലോട്ട് നിങ്ങൾ ഇതേ കണക്ക് ടെസ്റ്റ് ചെയ്യുക. 1, അതിനുശേഷം അടുത്ത സൈഡിലോട്ട് 2 3, ഇതേപോലെ തന്നെ ചെയ്യുക. ഓക്കെ, ഗുഡ്, നൈസ്, കൺട്രോൾ. വെരി ഗുഡ്. നല്ല ഒരു എക്സസൈസാണിത്. നിങ്ങളുടെ വയറിൻ്റെ ഒരു സൈഡ് ഭാഗത്തെ ഒരു മസിൽസിനെയൊക്കെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. ഓക്കെ, ഗുഡ്. നിങ്ങൾക്ക് യാതൊരു എക്യുപ്മെൻസിൻ്റെയും ആവശ്യമില്ല. അതിനൊക്കെ തന്നെ ഒരുപാട് ജമ്പ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഓടുകയോ ഇങ്ങനെയുള്ള ഒരു ചെയ്യേണ്ട കാര്യമില്ല. ഇതേ കണക്ക് തന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഗുഡ്. നമുക്ക് അടുത്ത ലെഗിൻ്റെ എക്സസൈസിലോട്ട് പോകാം. അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താണ്ടി നമുക്ക് ചെയറിൽ ചാരിയിരിക്കാം. ഓക്കെ, കൈകൾ നിങ്ങൾ എപ്പോഴും സ്ട്രോങ് ആയിട്ട് പിടിക്കുക. പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നല്ല ബലമുള്ള ഒരു ചെയർ തന്നെ നിങ്ങൾ ഉപയോഗിക്കണം. ഓക്കെ, നമ്മുടെ വീടുകളിലൊക്കെ ഈ തടി കൊണ്ടുണ്ടാക്കിയ കസേരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബലമുള്ളത് കൊണ്ട് നല്ല പ്രയോജനമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാതൊരു തരത്തിലും നമ്മൾ മറിഞ്ഞൊന്നും വീഴില്ല. അപ്പം എപ്പോഴും നമ്മൾ നമ്മുടെ സുരക്ഷ ഉറപ്പാക്കി വരുത്തിക്കൊണ്ട് തന്നെ വ്യായാമങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇതേ കണക്ക് നിങ്ങളുടെ കാലുകൾ മുമ്പോട്ട് വെക്കുക. അതിനുശേഷം ഇതേപോലെ 1 2 3, മാക്സിമം ഫ്രണ്ടിലോട്ട് അതേ കണക്ക് തന്നെ പറ്റാവുന്നിടത്തോളം ബാക്കിലോട്ട് കാലിനെ കൊണ്ടുപോവുക. ഇതേപോലെ. ഓക്കെ, നൈസ്, കൺട്രോൾ, വെരി ഗുഡ്. കാണുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഇത്
നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽസിനെയും അതേ കണക്ക് തന്നെ നിങ്ങളുടെ ഗ്ലൂട്ട്സിൻ്റെ മസിൽസിനെയൊക്കെ ആക്ടിവേഷൻ ആക്കുന്ന ഒരു എക്സസൈസാണ്. അപ്പം ഇതേ കണക്ക് തന്നെ കൺട്രോൾ ചെയ്തിട്ട് ചെയ്യുക. വെരി ഗുഡ്. നിങ്ങൾ എപ്പോഴും മൈൻഡ് ആൻഡ് മസിൽ കണക്ഷൻ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മൾ ഏത് ഭാഗത്തിനാണോ വർക്കൗട്ട് ചെയ്യുന്നത് ആ ഒരു ഭാഗത്തിലോട്ട് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓക്കെ, വെരി ഗുഡ്. കമാൺ, നൈസ്, ഗുഡ്. ഗുഡ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കാലിന് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ഈ കാഫ് മസിൽസിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര നേരം വർക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ കാഫ് മസിൽസിന് നമ്മളൊന്നും തന്നെ ചെയ്തില്ല. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന കാഫ് മസിലിനാണ്. അപ്പോൾ കാഫ് മസിലിന് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേ കണക്ക് സ്ട്രൈറ്റ് ആയിട്ട് നിന്നിട്ട് ഇതേ കണക്ക് ഓക്കെ ചെയ്യുക. 1 2 3 മാക്സിമം മുകളിലോട്ട് ഉയർത്തുക. ഓക്കെ, ഇതേപോലെ. ഗുഡ്. 1 സെക്കൻഡ് മുകളിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിർത്തുക ഇതേപോലെ. അതിനുശേഷം താഴോട്ട് കൊണ്ടുപോവുക. ഗുഡ്. നിങ്ങളുടെ കാലുകളുടെ ഒട്ടുമിക്ക മസിൽസിനും ഇപ്പോൾ തന്നെ നല്ല പ്രയോജനം ലഭിച്ചു കഴിഞ്ഞു. എല്ലാ മസിൽസും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആയിട്ടുണ്ട്. ഗുഡ്, നൈസ്, കൺട്രോൾ. ഈ കാഫ് മസിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാലുകളുടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവം തന്നെയാണ്. മിക്കവാറുള്ള ആൾക്കാരെല്ലാം വളരെ ശ്രദ്ധിക്കാത്ത ഒരു ഭാഗം കൂടിയാണ് ഈ കാഫ് മസിൽ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ പ്രത്യേകം ഓർക്കുക, കാഫ് മസിൽസിനൊക്കെ നമ്മൾ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്തിരിക്കണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കാഫ് മസിൽ എന്ന് പറയുന്നത്. വെരി ഗുഡ്. ഓക്കെ, നൈസ്. അപ്പം ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആപ്സിന് വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ഇതേ കണക്ക് തന്നെ ഇരിക്കുക. ഓക്കെ, ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ഇതേ കണക്ക് മുമ്പോട്ട് കയറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ 1 2 ഓക്കെ ഇതേ കണക്ക് തന്നെ ചെയ്യുക. ആപ്സിൻ്റെ മസിൽസിനെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണിത്. സാവധാനം താഴോട്ട് കൊണ്ടുപോവുക. അപ്പ്. ഗുഡ്, നൈസ്. വളരെ കുറഞ്ഞ ഒരു സമയമാണ് നമ്മൾ ഈ എക്സസൈസിന് വേണ്ടി വിനിയോഗിക്കുന്നത്. അതും നമ്മുടെ റൂമിൽ ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും, എൻ്റെ ടീഷർട്ടും എല്ലാം നല്ല രീതിയിൽ വിയർത്ത് കുളിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു എക്സസൈസും കൂടെ ചെയ്ത് നമുക്ക് നിർത്താവുന്നതാണ്. അപ്പം ഇത് നമ്മൾ ആപ്സിന് വേണ്ടിയിട്ട് ചെയ്ത് നിർത്തി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിരിക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾ മനസ്സ് വെച്ച് ചെയ്യണം. ഓക്കെ, നമ്മുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് വീഡിയോകളെല്ലാവരുടെയും കാണും, പക്ഷേ നമ്മൾ മടി പിടിച്ചിട്ട് പിന്നെ ഇരിക്കും. നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മടിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് പലരും ഉള്ളത്. അത് പാടില്ല. നമ്മൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഫോളോ ചെയ്ത് നോക്കുക. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴല്ല, നമ്മൾ പണിയെടുക്കുമ്പോഴാണ് റിസൾട്ട് കിട്ടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, പല ആൾക്കാരും വീഡിയോകളൊക്കെ കാണും, വീഡിയോ കണ്ടിട്ട് അവർ പോയി കിടന്ന് ഉറങ്ങാറാണ് പതിവ്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു പ്രവൃത്തികളുടെ ഫലം നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണെന്ന് വരെ ബൈ.